Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. കാലടി ഗ്രാമപഞ്ചായത്തിൽ മെയ് 16 ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം നടത്തി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു കല്ലിങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചെയ്യേണ്ട ജോലി മുഴുവൻ പഞ്ചായത്തിന്റെ പുറത്തേക്ക് കെട്ടിവെച്ചുകൊണ്ട് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന ചിലര് ഇവിടെ ഒരു പറഞ്ഞു അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് ഇവിടെ കൊതുക് പെരുകാൻ കാരണമെന്ന്. ഞാനിത് കേട്ടവഴി അശാസ്ത്രീയമായ കാന നിർമ്മാണം കേട്ടവഴി എന്റെ ചിന്ത പോയത് കാലടി ടൗണിലെ കാനയാണ്. 5.5 കോടി CSR ഫണ്ട് BPCLന്റെ CSR ഫണ്ട് 8 കോടി കിട്ടിയാൽ 5.5 കോടി ചെലവഴിച്ചാണ് നഗര സൗന്ദര്യവൽക്കരണം നടത്തിയത്. കാന മുഴുവൻ മുടി ചെറിയ മാൻഹോളും വെച്ച് ഒരു 6-7 മീറ്റർ 8 മീറ്റർ 9 മീറ്റർ 10 മീറ്റർ ഒക്കെ അകലോട്ട് മാൻഹോളും വെച്ച് യാതൊരു വിധ ഇല്ലാണ്ട് രാത്രിക്ക് രാത്രി മാന്തി വാട്ടർ ലെവൽ പോലും ഇല്ലാണ്ട് കാന നിർമ്മിച്ചു. വെള്ളക്കെട്ട് മലയാറ്റൂരിൽ നിന്ന് ഒഴിയണം. നിങ്ങൾക്കറിയാം, മഴക്കാലം വന്നാൽ പത്രത്തിലൊക്കെ വാർത്ത വരും മലയാറ്റൂരിൽ വെള്ളക്കെട്ട്. അപ്പൊ ആ കാന നിർമ്മിച്ച് ഈ ഭരണസമിതി അല്ല, ഈ ഭരണസമിതിയുടെ അടുത്ത് ആകെ ഒരു കാന നിർമ്മിച്ചോളൂ 5-ാം വാർഡില. അവിടെ ഒഴി വെള്ളം കെട്ടൂല. ആ കാന വെള്ളം റോട്ടിൽ കെട്ടിരുന്ന വെള്ളം നേരെ പുഞ്ചില്ല ഭംഗിയായിട്ട് മൂന്ന് ഫണ്ടുകൾ ഉപയോഗിച്ച് ആ കാന നിർമ്മിച്ചു. റോഡിന്റെ അടിയിക്കടെ സ്ലാബ് ഇട്ട കാന നിർമ്മിച്ചാണ്. അപ്പോ ഈ അത് കഴിഞ്ഞപ്പോഴേ കേൾക്കണത് മറ്റൊരു കാനയാണ്, ഈ എയർപോർട്ട് റോഡിലെ കാനയാണ്. അതും PWD നിർമ്മിച്ചത്, പഞ്ചായത്ത് നിർമ്മിച്ചതല്ല. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം കാലടി പഞ്ചായത്തിൽ ആചരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജു കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി യോഗം ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് കെ ഡെങ്കി ദിനത്തിന്റെ ഭാഗമായുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കടുത്ത പനി, തലവേദന, പേശിവേദന എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. ഇഡിസിൽ നിന്നും സ്വയം രക്ഷയ്ക്കായി ശരീരമാസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പുരട്ടുകയും ഉറങ്ങുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുകയും ചെയ്യും. എല്ലാ ശനിയാഴ്ചകളിലും സഹപ്രവർത്തകരോടൊപ്പം സ്ഥാപനത്തിലും എല്ലാ ഞായറാഴ്ചയും. വൈസ് പ്രസിഡന്റ് ഷാനിദ നൌഷാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത ചാക്കോ, മെമ്പർ ബിനോയ് കൂരൻ, LHS ബീന, ഹെൽത്ത് ഇൻസ്പെക്ടർ PK അഭിലാഷ്, JHI KV ഷിബു എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളെയും അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഹരിതകർമ്മസേന അംഗങ്ങളോട് അവരുടെ പ്ലാസ്റ്റിക് ശേഖരണത്തിലൊക്കെ എല്ലാവരും നല്ല സഹകരണം കൊടുക്കണം. കാരണം ഈ മാലിന്യങ്ങളാണ് നമുക്ക് ഈ രോഗങ്ങളെ വരുത്തി വയ്ക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം ഒരു സംസ്ഥാന സർക്കാരിന്റെയോ അതുപോലെ പഞ്ചായത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന ബോധ്യം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ വീടുകളിലെ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേണ്ട വിധത്തിൽ സംസ്കരിക്കുക എന്നുള്ളത്. ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാമസഭകളിൽ വിതരണം ചെയ്തിരിക്കുന്ന ഫോർമുല പദ്ധതിയെ കുറിച്ചുണ്ട്. GB, അതായത് നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് ജൈവവളമായി മാറ്റുന്ന ആ പദ്ധതിയിൽ എല്ലാവരും അപേക്ഷിച്ച് ഒരു GB നമ്മുടെ വീടുകളിൽ വയ്ക്കുകയും അടുക്കള മാലിന്യം ആ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്ലാസ്റ്റിക് വരുന്നതിനെ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അത് ഭരണസമിതി LDF കയറുമ്പോൾ UDF കയറുമ്പോൾ അങ്ങനെയൊക്കെ പതിവുള്ളതാണ്. പക്ഷേ ഞങ്ങളെക്കുറിച്ച് ഒത്തിരി ആരോപണങ്ങൾ നിലവിൽ വരുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ നിങ്ങളോട് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഹെൽത്തുകാരോട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം കളയാതെ നമുക്ക് 33 പ്രോജക്റ്റുകളാണ് ഇതാണ് ഉള്ളത്. അത് നമുക്ക് എത്ര പേര് വാങ്ങി കിട്ടും എന്നുള്ളതാണ് ഞാൻ ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. ഒരാൾക്ക് ഒരു നുള്ളിൽ കല്ലുപ്പിട്ടാൽ അല്ലെങ്കിൽ വേപ്പിപ്പിട്ടാൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഉപ്പാകുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ pH വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരിക്കലും ബാക്ടീരിയ വൈറസോ ഡെവലപ്പ് ചെയ്യില്ല. അങ്ങനെ ആ പൊതി അവിടെ ഉണ്ടാവാൻ സാധ്യത കൂട്ടാടിനെ നമുക്ക് കളയാൻ പറ്റും. അതേപോലെ തന്നെയാണ് അലങ്കാര മത്സ്യച്ചെടികൾ. മണി പ്ലാന്റ് എല്ലാ വീട്ടിലും ഉണ്ട്. മണി പ്ലാന്റ് വെക്കുന്നത് ഒരു സൈക്കോളജി വിശ്വാസം ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം പൈസ വളരുമെന്നാണ് എല്ലാവരും പറയുന്നത്. ആയിക്കോട്ടെ, പൈസ വളർന്നോട്ടെ, നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ചെറിയ മത്സ്യങ്ങളാണ്. ആ മത്സ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊതുക് കൂത്താടി അല്ലെങ്കിൽ അതിന്റെ മുട്ട, ഇതാണ് അതിന്റെ ഭക്ഷ്യം. അപ്പോൾ ഈ ഒരു ഗപ്പി മത്സ്യത്തെ നമ്മുടെ വീടിന് അടുത്ത് തന്നെ ഒരു ചെറിയ ടാങ്ക് നിർമ്മിച്ച് അതിൽ വളർത്തുകയാണെങ്കിൽ ഈ കൊതുകിന്റെ നശീകരണ പ്രവർത്തനത്തെ ഏറ്റവും മുഖ്യമായി പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണിത്.
അപ്പോൾ അത് ഇതിൻ്റെ കൊതുക് മുട്ടയിട്ടാകുന്നതിൻ്റെ ഈ കൂട്ടാടിയും അതുപോലെ മുട്ടയും ഭക്ഷിച്ച് ജീവിക്കുന്ന മത്സ്യമായതുകൊണ്ട് ഈ ഒരു പ്രജനനം കുറയും. നമ്മുടെ വീടിന് ചുറ്റുമുള്ള പ്രജനനം കുറയും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നാരങ്ങ അല്ലേ, സാർ പറയാണ്. അപ്പോൾ എല്ലാ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു കഴിഞ്ഞു മുട്ടത്തോട് അതുപോലെ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, സിവിആർ ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.